നൂറിനാട് ലെപ്രസി സാനിറ്റോറിയത്തെ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. സാനിറ്റോറിയത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സുശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിലേതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറ്റവും അധികം പണം ചെലവഴിച്ച കാലമാണിത്. ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ 10 ലക്ഷം രൂപ ലഭിക്കാൻ 10-15 വർഷം കാത്തിരിക്കേണ്ടി വന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഓരോ മണ്ഡലത്തിലെയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മാവേലിക്കര മണ്ഡലത്തിൽ മാത്രം 123 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം സൗജന്യ ആരോഗ്യ സേവനം നൽകുന്ന സംസ്ഥാനമെന്ന പദവി കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലാണ്. സുശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിലേതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വലയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അവരെ നടക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു റോബോട്ടിക് ഒരു സിസ്റ്റം ഇന്ത്യയിലെങ്ങും ഇല്ല. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തു, അത് ലോഞ്ച് ചെയ്യുകയാണ്. മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള 1 വർഷം മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി DHSന്റെ കീഴിലുള്ള തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നമ്മൾ G-ഗേറ്റ്, അതിന്റെ പേര് G-ഗേറ്റ് എന്നത് വലിയൊരു റോബോട്ടിന്റെ കൂട്ടിരിക്കും. എന്നിട്ട് എങ്ങനെയാ ചെയ്യുന്നത് അറിയാം? പൂർണ്ണമായിട്ടും കിടക്കുന്ന ആളെ ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് എഴുന്നേപ്പിച്ച് നിർത്തും. മെഷീൻ തന്നെ എല്ലാം ചെയ്യും. എന്നിട്ട് കൈയെത്തി ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ കൈ മൂവ് ചെയ്യും, ഈ കൈ മൂവ്, കാല് മൂവ് ചെയ്യും. 55 രോഗികൾക്ക് നമ്മളവിടെ ചികിത്സ. ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം അവരുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആക്സിഡന്റ് ആയിട്ട് പൂർണ്ണമായിട്ടും പാരലൈസ്ഡ് ആയിട്ടൊക്കെ കിടക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് പ്രയോജനപ്രദമാണ്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഡെന്റൽ ചെയറിന്റെയും അംഗനവാടി കുട്ടികൾക്കുള്ള ബെഡ് വിതരണത്തിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഈ സാനിറ്റോറിയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ഒരു ഘട്ടത്തിൽ 2000-ലധികം ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായി ലെപ്രസി എന്ന ആ വലിയ വിപത്തിനെ പിടിച്ചുകെട്ടാൻ നമുക്കായി. ആദരണീയനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കെട്ടിടത്തിന് തറക്കല്ലിടുമ്പോൾ ശ്രീ പിണറായി വിജയൻ അന്ന് സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കുക, അന്ന് ഏതാണ്ട് 160ഓളം പേഷ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്രത്തോളം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് പിടിച്ചു നിർത്താനും പൂർണ്ണമായി ഒഴിവാക്കപ്പെടാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് കടന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ പരിശോധിക്കുമ്പോൾ അറിയാം, നമ്മുടെ നാടിനകത്ത് ആയുർദൈർഘ്യത്തിന്റെ ഒരു കണക്ക് അമേരിക്കയുടെയും നമ്മുടെയും വെച്ച് പരിശോധിച്ചാൽ അമേരിക്കയുടെ ആയുർദൈർഘ്യത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളുടെ ആയുർദൈർഘ്യം അപ്പുറം നമുക്ക് കേരളത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ആയുർദൈർഘ്യം വരുന്നു എന്നുള്ളത് ആരോഗ്യ മേഖലയിൽ നാം കൈവരിച്ചിട്ടുള്ള വലിയ നേട്ടത്തിന്റെ ഒരു ശക്തിയാണ്. പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ L. ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S. രജനി, ഇന്ദിരാദാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. മോഹൻകുമാർ, B. വിനോദ, സ്വപ്ന സുരേഷ്, രോഹിണി, KR അനിൽകുമാർ, ഷീബ സതീഷ്, സാനിറ്റോറിയം സൂപ്രണ്ട് KA ജിതേഷ്, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.